കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കണക്ക് പുറത്തു വന്നു. ആ കണക്ക് എന്തായിരുന്നു എന്നറിയോ? ക്രൈസ്തവ സമൂഹത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റിനെ കുറിച്ച്. ഒരു വിവാഹത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഒന്നായി മാറി കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ആദ്യത്തെ 15 വർഷങ്ങൾക്കുള്ളിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തെ കുറിച്ച് നടത്തിയ പഠനത്തിന്റെ റിസൾട്ട് എന്തായിരുന്നെന്നറിയുവോ? അത് 1.05. അതായത് 1.05. അതായത് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു കുഞ്ഞാണ് ഇന്ന് കേരളത്തിലെ ക്രൈസ്തവന്റെ ബാക്കി പത്രം. ചിലരോടൊക്കെ ചോദിച്ചു, എന്താ നിങ്ങൾ കുഞ്ഞുങ്ങളൊന്നും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ വേണ്ടാന്ന് ആഗ്രഹിക്കാനുള്ള കാരണം? എടുത്ത വഴിക്ക് പറഞ്ഞെന്നറിയോ? അതൊരു ഭാരമാച്ചാ, അതൊരു ഭാരമാണ്. ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള പരിപാടി. അന്യ കഷ്ടപ്പാടാണ് ഈ പണി. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനാണ് കല്യാണം കഴിച്ചത്, ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത്. എനിക്കും അവനും കൂടെ ആഘോഷിക്കണം, അല്ലെങ്കിൽ അവനും അവക്കും കൂടി ആഘോഷിക്കണം. അതിനാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഭാരമാണ്. ധാര പറയണമെന്നറിയോ? ഒരു പെരക്കകത്ത് 5ാമനായിട്ട് ജനിച്ചവനാ. 5ാമത് ജനിച്ച മകൻ പറയുകയാ, 1ാമത്തെ കൊച്ചിനപ്പുറത്തേക്ക് കടന്നു പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന്. സമുദായ ശക്തീകരണ വർഷമാ. കടന്നു പോകുന്ന വഴികളിൽ നമ്മുടെയൊക്കെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും കഷ്ടപ്പാടിന്റെ വഴികളിലൂടെ സ്വന്തം കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി മക്കൾ ജനിപ്പിച്ച് വളർത്താനുള്ളതാണെന്ന തികവിൽ നിന്നുകൊണ്ട് അവരാ ദൗത്യം ഭംഗിയായി നിറവേറ്റിയപ്പോ അതേ കുടുംബത്തിൽ ജനിച്ച മകനും മകളും പറയുന്നു ഇതൊരു ഭാരമാണ് എന്ന്. ഒളിച്ചോടുകിയ സ്വന്തം ലൗകികതയുടെ ആനന്ദങ്ങളിലേക്ക് ഒരു ജീവിതത്തിന്റെ കഷ്ടപ്പാട് ഏറ്റെടുക്കാനുള്ള മടി കൊണ്ട് എങ്ങനെ നമ്മുടെയൊക്കെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇങ്ങനെയൊരു ചിന്ത പടർന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ വലിയ തന്റെ ഇടമുള്ളവരാണെന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് വളർത്താനുള്ള കഷ്ടപ്പാട് പോലും ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മനസ്സിടിഞ്ഞു പോകുന്ന, മനസ്സ് നുറുങ്ങിപ്പോകുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടില്ലേ? നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ മാറിയിട്ടില്ലേ? നമ്മുടെയൊക്കെ ചെറുപ്പക്കാരായ മക്കൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എന്റെ ഈ ഒറ്റപുത്രന് വേണ്ടി ആരുണ്ടാകും സംസാരിക്കാൻ വേണ്ടി എന്ന്? ആരുണ്ടാകും അവന്റെ കല്യാണത്തിന് സാക്ഷി പറയാനെന്നെങ്കിലും? പ്രിയപ്പെട്ടവരെ, സങ്കുചിതമാകുന്ന മനസ്സ് ഇന്ന് കേരളത്തില് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ ആഘോഷിക്കപ്പെടുമ്പോ എന്നിട്ട് നമ്മൾ പറയും ഞാൻ വലിയ ധീരനാ, ഞാൻ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രസ്ഥാനമാണെന്ന്. നമ്മുടെയൊക്കെ ഈ തിരുനാളില് തീർച്ചയായിട്ടും വിശുദ്ധ സെബസ്ത്യാനോസും ഈ 835 തുടക്കമിട്ട് ഇന്നിവിടെ നിൽക്കുമ്പോ ഈ നാടിന്റെ മാറ്റത്തിന്റെ വളർച്ചയൊന്ന് ആലോചിച്ച് നോക്കുകയെ. സ്കൂളുകളായി നമ്മുടെ ദേവാലയ പരിസരങ്ങളായി ഒരു നാടിനെ മുഴുവൻ വളർത്തിയ കത്തോലിക്ക സമുദായത്തിന്റെ ആ ധീരതയുടെ തികവിന്ന് സ്വന്തം പെരക്കകത്ത് പോലും കാണിക്കാൻ പറ്റാത്ത ചെറുതായി പോകുന്ന ഒരു കൂട്ടരായി നമ്മൾ മാറിയില്ലേ? നമ്മുടെയൊക്കെ ഈ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെയൊക്കെ ധീരതയുടെ കണക്കെടുത്ത് നോക്ക്. മുൻപോട്ടുള്ള വഴികളിൽ എന്താണെന്ന് പോലും തിരിച്ചറിയാതെ മൊത്തം ഒരു ശൂന്യതയാ. പക്ഷെ അവർ കൈ പിടിച്ചത് എന്താണെന്നറിയോ? കയ്യിലൊരു ജപമാല. ഇപ്പുറത്താടി നെഞ്ചോട് ചേർത്തേണ്ടെന്നറിയോ? നമ്മുടെ വിശുദ്ധന്റെ ജീവിതം. വിശുദ്ധ സെബസ്ത്യാനോസെ കൂട്ടായിട്ടുണ്ടാകണട്ടോ. കർത്താവെ നീ കൂടെയുണ്ട്, ഞാൻ ഇറങ്ങുക, ശൂന്യതയിലേക്കാ ഞാൻ ഇറങ്ങുന്നത്. ആ വിശ്വാസം ജീവിച്ച് കാണിച്ച നമ്മുടെ ഈ തലനിറച്ച അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മുടെയൊക്കെ കല്ലറകളില് സ്വർഗത്തിലേക്ക് കടന്നുപോയിട്ടും ആ മൃതദേഹം സൂക്ഷിക്കപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, അവരുടെ ധീരതയുടെ 10-1 ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടോ? ആരെങ്കിലും തള്ളിപ്പറയുമ്പോ ആ തള്ളിപ്പറയലിനോടൊന്ന് മറുപടി കൊടുക്കാൻ പോലും തയ്യാറാകാതെ അങ്ങനെയാണട്ടോ എന്ന് പറഞ്ഞ് ഇളിച്ചിരിക്കുന്ന, ചിരിച്ചിരിക്കുന്ന, സാമൂഹിക മാധ്യമങ്ങളിൽ സത്യമേത് തെറ്റേതെന്ന് പോലും ചിന്തിക്കാതെ ഫോർവേഡ് ചെയ്ത് നാട്ടുകാരുടെ കയ്യടി മേടിക്കാൻ നടക്കുന്ന നമ്മുടെയൊക്കെ ഈ ഒളിച്ചോട്ടം ആർക്ക് വേണ്ടിയിട്ടാ? അതിന്റെ ബാക്കി പത്രമല്ലേ നമ്മുടെ പെരയ്ക്കകത്ത് അഭിമാനബോധം നഷ്ടപ്പെട്ട നമ്മുടെ മക്കള് ദേവാലയത്തിലേക്ക് പോലും കടന്നു പോകാതെ, നമ്മുടെ മക്കൾ വൈകുന്നേരം കുരിശുവരയുടെ സമയത്ത് എന്തിനായി പ്രാർത്ഥിക്കണേ എന്ന് ചോദിച്ച് നമ്മളോട് അകലം പാലിക്കണതിന്റെ കാരണം എന്നാണെന്നറിയൂ? അഭിമാനം നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറ എങ്ങനെയൊക്കെയോ നമ്മുടെ പരിസരങ്ങളിൽ പാകപ്പെട്ടു വന്നു എന്നുള്ളതാ. ദേശാടന പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചിലർ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് പല ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ദേശാടന പക്ഷികള് യാത്ര ചെയ്യുമ്പോൾ അത് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ ഒരു മരത്തിൽ വന്ന് നിൽക്കും. ഈ നാഗമ്പടത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ സ്റ്റേഡിയത്തിന്റെ സൈഡിൽ ഒരു മരത്തിൽ ഇത്തിരി ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണത്. താഴത്തോട്ട് പോകുമ്പോൾ നമ്മൾ പോലും പിടിക്കും, ദൈവമേ വണ്ടി മെനകേടാവൂല്ലോ, നമ്മുടെ ഡ്രസ്സ് മെനകേടാകൂന്നല്ലോ എന്നൊക്കെ. തീർച്ചയായിട്ടും ഇതുപോലുള്ള യാത്ര ചെയ്യുമ്പോൾ ആ പക്ഷിക്കൂട്ടങ്ങളിൽ ചില പ്രത്യേകതകൾ ഉണ്ടെന്നാണ് പറയുക. അത് മറ്റൊന്നുമല്ല, അതിൽ ഏതാനും പക്ഷികള് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് കൂട്ടം എത്തുന്നതിന് മുമ്പ് ആ കൂട്ടത്തിൽ നിന്ന് തന്നെ യാത്ര പുറപ്പെടും. അവര് കടന്നുപോയി ആദ്യം പോയ ആ ദേശത്ത് ചെന്ന് അവിടെ ഇരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ വീക്ഷിച്ചിട്ട് വീണ്ടും തിരിച്ചു പറക്കുമെന്നാണ് പറയുക. അതിനുശേഷം പഴയ ആളുകളെ കൂട്ടിക്കൊണ്ട് വീണ്ടും അങ്ങോട്ട് പോകും. പക്ഷെ ചില സമയങ്ങളിൽ ഈ പക്ഷിക്കൂട്ടങ്ങളിൽ നിന്ന് മുൻപേ വഴി കാണിക്കാനും വഴി കണ്ടെത്താനും പോയവര് തിരിച്ചു വരാറില്ല.
അങ്ങനെ തിരിച്ചു വരാത്തൊരു സാഹചര്യം വന്നാൽ ഈ പക്ഷിക്കൂട്ടം അവര് കടന്നുപോയ യാത്രയിലേക്ക് പോകത്തില്ല. കാരണം അതൊരു തിരിച്ചറിവ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ ദേശത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ആ പോയവരാരും തിരികെ വരുന്നില്ല, അതിനാൽ അവരേതോ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളെയും ഒരു അപകടം കാത്തിരിപ്പുണ്ട്. പക്ഷേ ചില പക്ഷികള് പോയിട്ട് വളരെ ഭംഗിയായിട്ട് തിരിച്ചു വരും. പിന്നെ അവരോടൊപ്പം ആ ദേശത്തേക്ക്, ആ വൃക്ഷത്തിലേക്ക് ഇവര് യാത്ര തുടരും. പ്രിയപ്പെട്ടവരെ, ഇതേ കാഴ്ചപ്പാട് തന്നെ നമ്മൾ ഇന്ന് അതിരമ്പുഴയിൽ ഈ ഇടവക ദേവാലയത്തിൽ വന്നു നിൽക്കുമ്പോൾ നമുക്ക് മുൻപേ കടന്നുപോയ വിശുദ്ധ സെബസ്ത്യാനോസ് ദൈവതിരുസന്നിധിയിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിച്ചു എന്നുള്ളതിന്റെ തെളിവ്. അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ ഓരോ ദിവസവും ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ, എന്റെ കുടുംബത്തെ നോക്കിക്കൊള്ളണമേ എന്ന് പറയുമ്പോൾ, എന്റെ മക്കളെ നോക്കിക്കൊള്ളണമേ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ കടന്നു വരികയാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് കർത്താവിന്റെ മുമ്പിൽ മധ്യസ്ഥത ചോദിച്ച്, എന്റെ പൊന്ന് കർത്താവെ, ഈ ജോസഫ് ഏട്ടൻ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നേരമായില്ലേ, ഒന്ന് കനിയ്. അപ്പൊ കർത്താവ് പറയും, എന്റെ പൊന്നു മനുഷ്യ, നീ അങ്ങനെയൊന്നും പറയല്ലേ, ഈ ജോസഫിന്റെ ജീവിതം അത്രയും കൊണ്ട് ശരിയാകണില്ല, വാക്കും പ്രവൃത്തിയും തമ്മിൽ ചേരുന്നില്ല. അപ്പൊ സെബസ്ത്യാനോസ് പറയും, എന്റെ പൊന്ന് കർത്താവെ, ഒന്ന് നോക്ക്, എന്നെ ചോദിച്ചാ പ്രാർത്ഥിക്കണേ, എന്നോട് പുള്ളിക്കാരൻ റെക്കമെൻഡേഷൻ ചോദിക്കുക. ഈ റെക്കമെൻഡേഷൻ ചോദിക്കുമ്പോ അത് നടന്നില്ലെങ്കിൽ എന്റെ ഇമേജ് നാട്ടിപ്പോകും, അതിനാൽ പറ്റുമെങ്കിൽ ഒന്ന് കോംപ്രമൈസ് ചെയ്യ്. അപ്പൊ കർത്താവിനെ കോംപ്രമൈസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥതയിൽ കടന്നു വരുമ്പോ അതിന്റെ ഒരു ഉറപ്പ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ട് എന്നതിന്റെ സാധ്യതയിൽ നിന്നുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുക. ഇനി ചിലർക്കൊന്നും അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല, തൊട്ടടുത്ത് നിൽക്കുന്നവൻ അനുഗ്രഹം മേടിച്ചിട്ടുണ്ട്. അതിനാൽ ആ സെബസ്ത്യാനോസ് പുണ്യവാളന് ഒരു വഴികാട്ടിയുടെ നല്ലൊരു രൂപമുണ്ട്. ആ സെബസ്ത്യാനോസ് പുണ്യാളന് ഒന്ന് അവിടെ പോയി പറഞ്ഞാൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നടക്കും. ഇടയ്ക്ക് സെബസ്ത്യാനോസ് കൂടെ നിന്ന് പറയാനുണ്ട്, എന്തിനാടാ എന്നോട് എപ്പോഴും ഈ റെക്കമെൻഡേഷൻ ചോദിക്കണേ, നീ കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ജീവിച്ച നിനക്ക് തന്നെ ആ കർത്താവിന് ഇതൊക്കെ മേടിച്ചെടുത്തോണ്ട് പോകാൻ പാടില്ലേ, നീ ഒന്ന് നേരിട്ട് ചെന്നാലും ഇതൊക്കെ നിനക്ക് കിട്ടില്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെട്ട് മാറി നിൽക്കണത്? ഈ ഒരു ചോദ്യവും വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മളോട് ചോദിക്കാനുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവർ, ഈ തിരുനാള് നമ്മളിവിടെ ആഘോഷിക്കുമ്പോ തീർച്ചയായിട്ടും ഒരു ഉറപ്പ് നമുക്കുണ്ട്. ആ ഉറപ്പെന്ന് പറയുന്നത് ആ ദേശാടന പക്ഷികൾ തിരിച്ചു വന്ന് വഴി കാണിച്ചതുപോലെ വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു എന്ന വിശ്വാസത്തിന്റെ തികവിന്റെ ഉറപ്പാത്. അതിനാൽ നമുക്ക് ധൈര്യത്തോടെ ഈ തിരുനാളില് കൂടുതൽ പ്രാർത്ഥനകൾ ദൈവ തിരുസന്നിധിയിലേക്ക് വിശുദ്ധ സെബസ്ത്യാനോസ് വഴി ഉയർത്താം. ഈ സെബസ്ത്യാനോസിന്റെ പ്രത്യേകത, കർത്താവ് ഈ സമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞതുപോലെ ഒരു പ്രത്യേകതയുണ്ടെന്നറിയോ? വലിയ ധീരതയുടെ, ഭയങ്ങളില്ലാത്ത ഒരു വിശുദ്ധനെയെ നമ്മൾ ഇവിടെ കണ്ടുമുട്ടുക. ഈ അതിരമ്പുഴ ഇടവകയിൽ ആർക്കും ഭയമില്ല എന്നാണ് ഞാൻ കരുതുക. കാരണം എന്നും ആശ്രയം ചോദിച്ച് ചെല്ലുന്ന ദേവാലയത്തില് ഭയമില്ലാത്തൊരു ധീരനിരിപ്പുണ്ട്. ആ ധീരന്റെ വഴിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ധീരത നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇന്ന് ധീരതയുടെ വലിയ പ്രകടനങ്ങൾ എല്ലായിടത്തും കാണാം. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടിരുന്നോ? ഏതാനും കുട്ടികൾ ചേർന്നിട്ട് ഒരു കൂടെ പഠിക്കുന്ന ഒരു സഹപാഠി ഒരു കംപ്ലൈന്റ് അവനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് മൂക്കിനിട്ടിടിക്കുന്നത് കണ്ടായിരുന്നോ? എന്തൊരു ധീരതയാണല്ലേ, എന്തൊരു ധീരതയാണല്ലേ! സാമൂഹിക മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും ആരെങ്കിലും തെറ്റുകാരനാണെന്ന് പറഞ്ഞാൽ അതിന്റെ എത്ര സത്യാവസ്ഥകൾ നമുക്കറിയാമെങ്കിലും നമ്മൾ അവന്റെ കൂടെ കൂടി ആ ഒരു സ്നേഹിതനെയോ അല്ലെങ്കിൽ ആ ഒറ്റപ്പെട്ടു പോയവനെയോ ഒരു മടിയും കൂടാതെ ആക്രമിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടില്ലേ? ധീരതയാണല്ലേ, അതൊരു ധീരതയാണല്ലേ. ഇന്നത്തെ ധീരതയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ധീരതയും തമ്മിൽ ഒരന്തരമുണ്ട്. അന്തരം എന്താണെന്നറിയോ? എന്റെ ജീവിതത്തിലേക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ കടന്നു വന്നാലും ശരി, ഞാൻ പതറാതെ എന്റെ സഹോദരനെ കാവലിരിക്കുമെന്നും എന്റെ ആത്മാവിന് കാവലിരിക്കുമെന്നുള്ളതായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ധീരത. പക്ഷെ ഇന്ന് കാലം മാറി കഴിഞ്ഞപ്പോ നമ്മുടെ ധീരത എന്താണെന്നറിയോ? കൂട്ടുകെട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ കയ്യടി മേടിക്കാൻ വേണ്ടി സഹോദരനെ ഒറ്റുന്നവന്റെ കൂടെ നിൽക്കുന്ന ഒരു തരം ഭീതിയുടെ ധീരത, ഒരുതരം ഭയത്തിന്റെ ധീരത. അതല്ല ഇന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം പെരയ്ക്കകത്ത് പോലും മക്കളുടെ മുമ്പിൽ നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ തന്റെ ഇടമില്ലാത്ത അപ്പന്റെയും അമ്മയുടെയും ഉൾവലിവിന്റെ ഭയം. പക്ഷെ നമ്മൾ പറയും അതും ഒരു ധീരതയാണെന്ന്. കാരണം എന്താ? നാട്ടുനടപ്പ് അങ്ങനെയാ. കർത്താവ് പക്ഷേ ആ നാട്ടുനടപ്പുകളെ മുറിച്ചുകൊണ്ട് സമരിയക്കാരി സ്ത്രീയുടെ അടുത്തേക്ക് കടന്നു ചെന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഇടയ്ക്ക് ഞാനിത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിൽ കൂടുതൽ ഒരു നല്ലൊരു ഉദാഹരണം കിട്ടാത്തതിനാല ഞാനിത് ആവർത്തിക്കുക. ഞാൻ ഈ ബിജി അച്ഛന്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ മാത്യു അച്ഛന്റെ കൂടെയൊക്കെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതിനും ഒരു സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഒരു ദിവസം ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, ഫാദറെ ലവ് ലെറ്റർ കിട്ടി. ഞാൻ ചോദിച്ചു, നിനക്കോ? കാരണം എന്താ, ഒരു 3ാം ക്ലാസ്സിലെ കൊച്ചായി പാഞ്ഞു വന്നേക്കണേ. പൗള് പറഞ്ഞു, കിട്ടിയച്ചാ നോക്ക്. പോക്കറ്റിൽ നിന്ന് ചുരുട്ടിപ്പിടിച്ചൊരു കടലാസന്റെ നേരെ നീട്ടി.
4 ലൈനിട്ട നമ്മൾ പകർത്ത് ബുക്ക് എന്നൊക്കെ പറയുന്ന കേഴ്സീവ് റൈറ്റിംഗ് ബുക്കിന്റെ ഒരു പേജാ. അതിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുകയാ ഐ ലവ് യു ഡി കിസ്. അടുത്ത ഡയലോഗ് ഇങ്ങനെയാണ്, നിനക്കെന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കാണുന്ന യെസ് ഓർ നോയിൽ ടിക്കിടുക. 2 കോളം വരച്ചിട്ടുണ്ട്. ഒരു കോളത്തിൽ എസ് എന്നും ഒരു കോളത്തിൽ നോ എന്നും. അടിയിൽ എഴുതി വെച്ച് ഫ്രം യുവർ ലവർ ക്ലാസ് 5A. ബാക്കി പേര് ഞാൻ പറയണല്ല. ആ ചെറുക്കനങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവമേ, എന്നെ വിറ്റിട്ടാണല്ലോ ഈ അച്ഛൻ സംസാരിക്കണമെന്ന് ചിന്തിച്ചാലോന്ന് ഓർത്തിട്ടാ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവളോട് ചോദിച്ചത് ആരാ തന്നേ? ചെറുക്കൻ തന്നതാ. കൈ ചൂണ്ടിയിട്ട് അവള് പറയുക ചെറുക്കൻ തന്നതാ. അവിടെ കുറെ പേര് ഇരിപ്പുണ്ട്. ഞാൻ അതിൽ ആരാ? ഇപ്പൊ വിളിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒറ്റ ഓട്ടം. അതിനിടയ്ക്കെന്ന് ഒരു ചെറുക്കന്റെ കയ്യെ പിടിച്ച്, എടാ ഫാദർ നിന്നെ വിളിക്കണു വാ. വളരെ കൂളായിട്ട് വിളിച്ചുകൊണ്ട് വരുമോ. ഇവനാണെ അന്യ അഭിമാനത്തോടെ, ദൈവമേ എന്റെ പ്രതീക്ഷകൾ മുഴുവൻ പൂവണിഞ്ഞു, ഈ പെങ്കൊച്ചെന്നെ വിളിച്ചോണ്ട് പോണു. എത്ര സന്തോഷത്തോടെയാണെന്നറിയോ അവൻ പാഞ്ഞു വന്നേ. ഞാൻ അവനോട് ചോദിച്ചു, എടാ നീയാണോടെ ഇത് എഴുതിയേ? അവൻ അഭിമാനത്തോടെ പറഞ്ഞു, യെസ് ഫാദർ, ഞാൻ എഴുതിയേ. ഞാൻ ചോദിച്ചാ നീ തന്നെയാണോടെ ഇത് എഴുതിയേ? അവൻ എന്നോട് തിരിച്ചു പറയാ, ഫാദർ വാട്ട് എ ഡൗട്ട്, എന്നെ സംശയം, ഞാൻ എഴുതിയേ. ഞാൻ ചോദിച്ചു, എടാ ഇങ്ങനെയൊക്കെ എഴുതാൻ കൊള്ളുവോ? അവൻ എന്നോട് ചോദിച്ചു, ഫാദർ ടെൽ മീ, എന്താ മിസ്റ്റേക്ക്, എന്താ തെറ്റിരിക്കണേന്ന് പറഞ്ഞതാ. ഞാൻ ഈ കളി വേറെ ലെവലിലേക്ക് പോവാന്ന് കണ്ടപ്പോ ഞാൻ മറ്റു കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ വണ്ടി വിട്ട എല്ലാവരും വിട്ട, ഞാൻ ഇവനോട് സംസാരിച്ചോളാം, ബാക്കിയൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. ഞാൻ അവനെ ഒന്ന് നോക്കി, അവൻ തിരിച്ചെന്നെ നോക്കി. കുറച്ചും കൂടെ രൂക്ഷമായി ഞാൻ അവനെ നോക്കി. അവൻ എന്നോട് തിരിച്ചു ചോദിച്ചു, ഫാദർ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കണേ? ഞാനോട് പറഞ്ഞു, എടാ നീ കാണിച്ചു വെച്ചത് അത്ര ശരിയാണോ? നിനക്ക് എത്ര വയസ്സ് പ്രായമുണ്ട്? അവൻ പറഞ്ഞു, ഫാദർ ഐ എം 10 years old. 10 വയസ്സ് പൂർത്തിയായ യുവാവിന്റെ പ്രണയ ലേഖനോ എന്റെ കയ്യിലിരിക്കണത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവനോട് ഇച്ചിരി നിർബന്ധ ബുദ്ധിയോടെ ഗൗരവത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഈ കുഞ്ഞു പയ്യെ കരയാൻ തുടങ്ങി. ആ കരച്ചിലിനിടയിൽ ഇവൻ എന്നോട് പറഞ്ഞ വാക്കെന്നാന്നറിയോ? അച്ഛനെന്തിനാ എന്നെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കണത്? വീട്ടിലെ TV കാണുമ്പോ എന്തോ ഒരു ചേച്ചിമാരും ചേട്ടായിമാരുവാ കയ്യെ പിടിച്ചോണ്ട് നടക്കണത്. അടുത്ത ഡയലോഗ് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോണേ. അവൻ പറയുക, പപ്പയും മമ്മിയും ചിരിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്, പിന്നെ ഫാദർ എന്തിനാ നോക്കി പേടിപ്പിക്കണത്? പ്രിയപ്പെട്ടവരെ, ആ ഒരു കുഞ്ഞിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് നോക്കാം. ഈ കഴിഞ്ഞു പോയ 2-3 ആഴ്ചകളെ നമുക്ക് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും തിരിച്ചു പിടിച്ചു നോക്കാം. ഒന്നെടുത്ത് നോക്കിക്കേ. ആ കുഞ്ഞ് പറയുക, എന്തോരും പേരാ ഞങ്ങളുടെ പെരക്കകത്ത് വരുന്ന TVക്കുള്ളില് കയ്യെ പിടിച്ചുകൊണ്ട് നടക്കണത്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കൊക്കെ കൊടുക്കണ കിസ് ഞാൻ പേപ്പറിലാക്കി എനിക്കിഷ്ടപ്പെട്ട ഈ പെൺകുട്ടിക്ക് കൊടുത്തു എന്നല്ലേ ഉള്ളൂ. പപ്പയും മമ്മിയും ചിരിച്ചു കൊണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട ഒരു കുടുംബാന്തരീക്ഷത്തിൽ ചില ഓട്ടനോട്ടങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഓട്ടം കണ്ടിട്ട് നോക്കും. എങ്ങോട്ട് നോക്കണേ? പപ്പയുടെ മുഖം എന്താ, മമ്മിയുടെ മുഖം എന്താ എന്ന നോട്ടം. പണ്ടത്തെ ഒരു 10-15 വർഷം ഒന്ന് പുറകോട്ട് പോക്ക്. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ തന്നെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ടെലിവിഷൻ ചാനലുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ചാനലുകളില്ലായിരുന്നു. അതിനിടയിൽ എവിടെയെങ്കിലും നമ്മുടെ കുട്ടികളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയ്ക്കിടയ്ക്കോ, അല്ലെങ്കിൽ ഞായറാഴ്ച മാത്രമുള്ള സിനിമ, അല്ലെങ്കിൽ ഒരു ചിത്രഗീതത്തിനിടയ്ക്കോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ എവിടെയെങ്കിലും ഒരു ക്രൂരതയുടെ രംഗമുണ്ടെങ്കിൽ, ഒരു കൊലപാതകത്തിന്റെ രംഗമുണ്ടെങ്കിൽ, ഒരു അശ്ലീലതയുടെ സാധ്യത ഉണ്ടെങ്കിൽ ആ വീട്ടിൽ നടക്കണത് എന്താണെന്നറിയൂ? അന്ന് അവിടെ കാണാനായിട്ട് ഇരിക്കുന്നത് അപ്പനും അമ്മയും മക്കളും മാത്രമൊന്നുമല്ല, അയൽവക്കത്തുള്ള വീടുകളിലെ ആളുകളൊക്കെ പെരയ്ക്കകത്തുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരിക്കണതിനിടയ്ക്ക് ഒരു ക്രൂരമായ രംഗമുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന അയൽവക്കംകാരനാണോ അയൽവക്കംകാരിയാണോ പപ്പയാണോ മമ്മിയാണോ എന്നൊരു നോട്ടമൊന്നുമില്ല. പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുകളുടെ മുമ്പിലേക്ക് അവരുടെ കൈകൾ വന്ന് വീഴും. തട്ടിമാറ്റി പിള്ളേര് നോക്കും, ഈ TVയിൽ എന്നെ കണ്ടോണ്ടിരിക്കണേ എന്ന്. ആ സമയത്ത് അവിടെ ഇരിക്കുന്ന ചില പപ്പയും മമ്മിയും ഒക്കെ സൂപ്പർമാനും സൂപ്പർ വുമണുമായി മാറി പാഞ്ഞു ചെന്നിട്ട് TVക്കിട്ട് ഒറ്റ കുത്ത. അതോടെ ചാനൽ മാറിപ്പോയി. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ചോദിച്ച ഓർമ്മ ഇന്നും എനിക്കുണ്ട്. ഇത് കാണാനല്ലേ മേടിച്ചു വെച്ചേക്കണേ, എങ്ങോട്ടേ മാറ്റിക്കൊണ്ട് പോണത്? ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് പെട്ടെന്ന് അടുത്ത മറുപടികൾ വീഴും. അതൊരു പക്ഷെ മമ്മിയാകണോ പപ്പയാകണോ എന്നൊന്നുമില്ല. ആ വീട്ടിൽ TV കാണാൻ വന്നിരിക്കുന്ന ആരുമാകാം മറുപടി പറയണത്. വീണ്ടായിരുന്നു അവിടെ. അടുത്ത ഡയലോഗ് എന്നെ ഓർക്കണുണ്ടോ? പിള്ളേര് കാണേണ്ടത് അങ്ങോട്ട് കണ്ടാ മതി. പിള്ളേര് കാണേണ്ടത് അങ്ങോട്ട് കണ്ടാ മതി. ഇവിടെ ഇരിക്കുന്ന തലനിറച്ച അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഈ വാക്കുകൾ ഒത്തിരി വീടുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വന്തം മക്കളുടെ കണ്ണുകളിലേക്കും കാതുകളിലേക്കും ജീവിത പങ്കാളിയുടെയും സമൂഹത്തിന്റെയും ഇടയിലേക്ക് കടന്നു വരുന്ന തെറ്റുകളെ പ്രതിരോധിച്ചുകൊണ്ട് എങ്ങനെയും എന്റെ മക്കളുടെ ഉള്ളില് എന്റെ കർത്താവിനെ ഊട്ടി ഉറപ്പിക്കണമെന്നും എന്റെ കുടുംബത്തിന്റെ നന്മ നിലനിർത്തണമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ മകനും മകളും അവര് ദൈവത്തിന് പ്രിയപ്പെട്ടവരാകണമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെടുത്തൊരു ധീരതയുണ്ട്. ആ ധീരതയുടെ പേരാ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ധീരത എന്ന്. ഈ വിശുദ്ധ സെബസ്ത്യാനോസ് ഈ ധീരത കണ്ടത് ഈ സമരിയക്കാരിയും കർത്താവിനും തമ്മിലുള്ള ആ സംസാരത്തിനിടയില.
പ്രിയപ്പെട്ടവർ, അതിനാൽ തന്നെ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആ ചോദ്യം മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ എത്രമാത്രം തിന്മകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ അവിടെ ധീരതയോടുകൂടെ മക്കളുടെ മുമ്പിൽ നോ എന്ന് പറയേണ്ടടുത്ത് നോ പറയാനുള്ള ഒരു ആർജവത്വം നമ്മുടെയൊക്കെ നട്ടെല്ലിനുണ്ടോ? സ്നേഹം കൂടിയപ്പോ നാട്ടുകാരുടെ മുമ്പിൽ കയ്യടി മേടിക്കാൻ വേണ്ടി വലിയ ധീരത കാണിക്കുന്ന നമുക്ക് സ്വന്തം പെരയ്ക്കകത്ത് സ്വന്തം മക്കളുടെ ആത്മീയ ജീവിതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അവന്റെ മൂല്യ സംരക്ഷണത്തിന് വേണ്ടി ധീരതയോടുകൂടെ ഒരു നോ പറയാൻ പറ്റുന്നുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. കാലം മാറിയപ്പോ ഒത്തിരി വ്യത്യസ്തതകൾ കടന്നു വന്നു. കാലം മാറിയപ്പോ സന്തോഷത്തിന്റെ വഴികളിൽ ചെയ്യേണ്ടത് ചെയ്യാതെ മറ്റു പലയിടത്തും ഞാൻ വലിയവനാണെന്ന് കാണിക്കാനുള്ള ശ്രമത്തിനിടയിൽ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളുടെയും സാധാരണ കുടുംബങ്ങളുടെയും മൂല്യവ്യവസ്ഥകളിൽ നിന്ന് ചോർന്നു പോയൊരു ധീരതയെ തിരിച്ചു പിടിക്കാൻ വിശുദ്ധ സെബസ്ത്യാനോസ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ മുമ്പിൽ പല ജീവിതങ്ങളുടെ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ അതിനെ ധീരതയോടെ അഭിമുഖീകരിക്കാനുള്ള ഒരു വലിയ ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ ധീരത നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തില് 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ചെറിയവരിൽ ഒരുവൻ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ, ബാക്കി നിങ്ങൾ ഓർത്തെടുത്ത് വായിച്ചോ, പറഞ്ഞു വെക്കുകയാ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, സ്വന്തം മക്കളുടെ മുമ്പിൽ നിശബ്ദത കൊണ്ട് ഇടർച്ചയ്ക്ക് കാരണമാകുന്നു. പൊതുസമൂഹ മധ്യത്തിൽ തെറ്റ് കണ്ട തെറ്റാണെന്ന് പറയാതെ ആളുകളുടെ മുമ്പിൽ വലിയവനാകാൻ വേണ്ടിയിട്ട്, സ്വന്തം ഇമേജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ ആരെങ്കിലും തന്നെ കുറിച്ച് കുറ്റം പറയുമോ എന്ന് പേടിച്ചിട്ട് ഒളിച്ചോടുമ്പോ മറ്റൊരാളുടെ ജീവിതത്തിന്റെ മുമ്പിൽ, അവന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ, അവന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളുടെ മുമ്പിൽ വലിയൊരു ഇടർച്ചയല്ലേ നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുക ഈ ഒരു കാലഘട്ടത്തിൽ? കർത്താവ് പറഞ്ഞു വെക്കുക, ഈ ഒളിച്ചോട്ടം ധീരതയല്ല, മറിച്ച് ഇതൊരു ഭയമാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ തന്നെ ഒന്നും വഴി മാറി ചിന്തിക്കേണ്ടതില്ലേ നമ്മൾ? ഇനി മുൻപോട്ടുള്ള വഴികളിലേക്ക് ഒന്ന് എടുത്തു നോക്കിക്കേ. പെട്ടെന്ന് തളർന്നു വീഴുന്നവരല്ലേ നമ്മൾ? ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒരു പയ്യൻ അവന്റെ വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത രംഗം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പടർന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു സഹപ്രവർത്തക അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സജീവമായ ഒരുക്കത്തില. ഓഫീസിൽ പലരും പറഞ്ഞു നമുക്ക് ആ കല്യാണത്തിന് പോകണട്ടോ എന്നൊക്കെ. പക്ഷെ പെട്ടെന്നൊരു വാർത്തയെത്തി, അവളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത. എല്ലാവർക്കും അസ്വസ്ഥതയായ കല്യാണമൊക്കെ മുടങ്ങിപ്പോകുമല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ആ പെങ്കുച്ചിനെ കല്യാണം കഴിക്കാനിരുന്ന പയ്യൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും കല്യാണം കഴിക്കാൻ, നീ വിഷമിക്കേണ്ട. പക്ഷെ അതിനുശേഷം ഞങ്ങൾ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് എന്ന്. തിരിച്ചറിഞ്ഞ സത്യം എന്നാണെന്നറിയൂ? ഒരാൾ ഈ കല്യാണത്തിന്റെ ചെലവിന് വേണ്ടിയിട്ട് ഈ മനുഷ്യന് 50,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിന് പക്ഷെ അയാൾ കടം കൊടുത്തതാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്താണെങ്കിൽ ഈ പണം കൃത്യസമയത്ത് കിട്ടിയില്ല. അദ്ദേഹം ഒരു രോഗം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി. നമ്മുടെ ഈ കോട്ടയം പരിസരത്താണ് ഇത് നടന്നത്. പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരിൽ ഈ മനുഷ്യൻ പെട്ടെന്ന് പിടിവിട്ടുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ സ്വന്തം മകളുടെ കല്യാണത്തിന്റെ ദിവസം ചെലവഴിക്കാൻ പണമില്ല എന്ന് കണ്ടപ്പോ പിന്നെ ഒരു ധീരത കാണിച്ചു. എന്താണെന്നറിയോ? അഭിമാനം കാക്കാൻ വേണ്ടിയിട്ട് 4 പേരുടെ മുമ്പിൽ എന്റെ തല കുനിഞ്ഞു പോകുമല്ലോ എന്നോർത്തിട്ട് ഈ മനുഷ്യൻ ജീവിതം അവസാനിപ്പിച്ചു. അതിന്റെ ബാക്കി ചിത്രം നമ്മളൊന്ന് എടുക്കണം. തകർന്നിരിക്കുന്ന മകളുടെ ജീവിതം, ആ കുടുംബാന്തരീക്ഷത്തിന്റെ ജീവിതം, സമൂഹത്തിന്റെ ജീവിതം. പക്ഷെ എന്നെ അതിനേക്കാളും ഞെട്ടിച്ചത് എന്താണെന്നറിയൂ? ഈ കല്യാണത്തിന്റെ അന്ന് എനിക്ക് തോന്നുന്നു മാത്യുവച്ചനൊക്കെ ഓർക്കുന്നുണ്ടാകും, ഞങ്ങളുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് കൊണ്ടുവന്ന ഒരു ചെക്ക് കാണിച്ചു. പ്രിയപ്പെട്ടവർ, 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ഭയപ്പെട്ട് ഇമേജ് നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ നഷ്ടപ്പെട്ടു പോയതെങ്കിൽ അതിനപ്പുറത്ത് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് അവളുടെ കല്യാണത്തിന് കൊടുക്കാൻ വെച്ചിരുന്ന അതിന്റെ ഇരട്ടിയിലധികം പണത്തിന്റെ ഒരു ചെക്കാ കണ്ടത്. പ്രിയപ്പെട്ടവർ, ഒരു വഴി അടയുമ്പം മറ്റൊരു വഴിയുണ്ട് നമ്മുടെ മുമ്പിലെന്ന് തിരിച്ചറിയുന്ന ഒരു കർത്താവിന്റെ സ്നേഹം എവിടെയാ കടന്നുപോയത്? സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച്, സ്വന്തം കഴിവുകളിൽ ആശ്രയിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് പതറുമ്പോഴേക്കും ഇനി എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല, ഞാൻ തകർന്നുപോയി എന്ന് ചിന്തിച്ച് നിരാശയുടെ പടുകുഴിയിലേക്ക് കടന്നു പോകുന്നവനെയാ തിരിച്ചറിയേണ്ടത്. വിശുദ്ധ സെബസ്ത്യാനോസിൽ എത്ര ധീരതയോടെ അയക്കി നിങ്ങൾ അമ്പുകള്, എനിക്ക് ഭയമില്ല, കാരണം എന്റെ രക്ഷകനായ കർത്താവിന്റെ കൂടെയുണ്ട്, അവൻ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഭയമില്ല എന്ന നിലപാടെടുത്ത വിശുദ്ധ സെബസ്ത്യാനോസിനെ, നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുമോ? വിശുദ്ധ മാമോദീസയിൽ ക്രൈസ്തവനായി മാറി, അവൻ ദൈവത്തിന്റെ മകനും മകളുമായി മാറി. സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധ കുംഭസാരത്തിലൂടെ അനുദിനം അവന്റെ പുത്രസ്ഥാനത്തേക്ക് വീണ്ടും വീണ്ടും ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ അനുദിനം ഈശോയുടെ ശരീരവും രക്തവും നമ്മുടെ ശരീരവും നമ്മുടെ രക്തവുമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം കർത്താവിന്റെ ശരീരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ, എന്തിനു ഭയക്കണം? ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കപ്പെടും. ദൈവം കരുതി വെച്ചിട്ടുണ്ട്.
അപ്പറയാ കൂട്ടുകാർ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന 50,000-ന്റെ ഇരട്ടിയിലധികം പണം. പക്ഷെ കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല. കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു സാവകാശം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു ഗതികേടിന്റെ കാലമല്ലേ പ്രിയപ്പെട്ടവരെ. അതിനാൽ കർത്താവ് ഈ തിരുനാളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാ, നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല മക്കളെ. എത്ര സഹനങ്ങൾ ഉണ്ടായാലും ശരി, എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാണെങ്കിലും ശരി, കർത്താവ് ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ ധീരതയോടെ ദൈവ തിരുസന്നിധിയിൽ കടന്നു വന്നിട്ട് ധൈര്യത്തോടെ സ്ഥൈര്യത്തോടെ ജീവിക്കുക. ദൈവം നിങ്ങളെ കൈവിടില്ല. ദൈവം നിങ്ങളെ കൈവിടില്ല. കാരണം എന്താ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ അൾത്താരയുടെ മുമ്പിൽ നമ്മൾ ഇത്രയും പേരെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് കാണിച്ച ഒരു ധീരതയുടെ ബാക്കിയല്ലേ പ്രിയപ്പെട്ടവർ. അതിനാൽ കുറച്ചുകൂടി ദൈവ തിരുസന്നിധിയിലെ വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാനായിട്ട് ഈ ഒരു ദിനം കരുത്തേകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാ. മുൻപോട്ടുള്ള വഴികളിൽ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതയുണ്ടാക്കിയ കാര്യം എന്നാണെന്നറിയോ, ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കണക്ക് പുറത്തു വന്ന ആ കണക്ക് എന്തായിരുന്നെന്നറിയോ, ക്രൈസ്തവ സമൂഹത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റിനെ കുറിച്ച്. ഒരു വിവാഹത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഒന്നായി മാറി കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ആദ്യത്തെ 15 വർഷങ്ങൾക്കുള്ളിൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് നടത്തിയ പഠനത്തിന്റെ റിസൾട്ട് എന്തായിരുന്നെന്നറിയോ, അത് 1.05. അതായത് 1.05. അതായത് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു കുഞ്ഞാണ് ഇന്ന് കേരളത്തിലെ ക്രൈസ്തവന്റെ ബാക്കി പത്രം. ചിലരോടൊക്കെ ചോദിച്ചു, എന്താ നിങ്ങൾ കുഞ്ഞുങ്ങളൊന്നും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ വേണ്ടാന്ന് ആഗ്രഹിക്കാനുള്ള കാരണം? എടുത്ത വഴിക്ക് പറഞ്ഞെന്നറിയോ, അതൊരു ഭാരമാച്ചാ, അതൊരു ഭാരമാണ്. ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള പരിപാടി. അന്യ കഷ്ടപ്പാടാണ് ഈ പണി. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനാണ് കല്യാണം കഴിച്ചത്, ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത്. എനിക്കും അവനും കൂടെ ആഘോഷിക്കണം, അല്ലെങ്കിൽ അവനും അവക്കും കൂടി ആഘോഷിക്കണം. അതിനാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഭാരമാണ്. ധാര പറയണമെന്നറിയോ, ഒരു പെരക്കകത്ത് 5ാമനായിട്ട് ജനിച്ചവനാ. 5ാമത് ജനിച്ച മകൻ പറയുകയാ, 1ാമത്തെ കൊച്ചിനപ്പുറത്തേക്ക് കടന്നു പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന്. സമുദായ ശക്തീകരണ വർഷമാ. കടന്നു പോകുന്ന വഴികളിൽ നമ്മുടെയൊക്കെ ഈ അപ്പച്ചന്മാരും അമ്മച്ചിമാരും കഷ്ടപ്പാടിന്റെ വഴികളിലൂടെ സ്വന്തം കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി മക്കൾ ജനിപ്പിച്ച് വളർത്താനുള്ളതാണെന്ന തികവിൽ നിന്നുകൊണ്ട് അവരാ ദൗത്യം ഭംഗിയായി നിറവേറ്റിയപ്പോ അതേ കുടുംബത്തിൽ ജനിച്ച മകനും മകളും പറയുന്നു ഇതൊരു ഭാരമാണ് എന്ന്. ഒളിച്ചോടുകിയ സ്വന്തം ലൗകികതയുടെ ആനന്ദങ്ങളിലേക്ക് ഒരു ജീവിതത്തിന്റെ കഷ്ടപ്പാട് ഏറ്റെടുക്കാനുള്ള മടി കൊണ്ട് എങ്ങനെ നമ്മുടെയൊക്കെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇങ്ങനെയൊരു ചിന്ത പടർന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ വലിയ തന്റെ ഇടമുള്ളവരാണെന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് വളർത്താനുള്ള കഷ്ടപ്പാട് പോലും ഏറ്റെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മനസ്സിടിഞ്ഞു പോകുന്ന, മനസ്സ് നുറുങ്ങിപ്പോകുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടില്ലേ? നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ മാറിയിട്ടില്ലേ? നമ്മുടെയൊക്കെ ചെറുപ്പക്കാരായ മക്കൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എന്റെ ഈ ഒറ്റപുത്രന് വേണ്ടി ആരുണ്ടാകും സംസാരിക്കാൻ വേണ്ടി എന്ന്? ആരുണ്ടാകും അവന്റെ കല്യാണത്തിന് സാക്ഷി പറയാനെന്നെങ്കിലും? പ്രിയപ്പെട്ടവരെ, സങ്കുചിതമാകുന്ന മനസ്സ് ഇന്ന് കേരളത്തില് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിൽ ആഘോഷിക്കപ്പെടുമ്പോ എന്നിട്ട് നമ്മൾ പറയും ഞാൻ വലിയ ധീരനാ, ഞാൻ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രസ്ഥാനമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുകയാ കുറച്ചുകൂടി ഒന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി. നമ്മുടെയൊക്കെ ഈ തിരുനാളില് തീർച്ചയായിട്ടും വിശുദ്ധ സെബസ്ത്യാനോസും ഈ 835 തുടക്കമിട്ട് ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഈ നാടിന്റെ മാറ്റത്തിന്റെ വളർച്ചയൊന്ന് ആലോചിച്ച് നോക്കുകയെ. സ്കൂളുകളായി, നമ്മുടെ ദേവാലയ പരിസരങ്ങളായി ഒരു നാടിനെ മുഴുവൻ വളർത്തിയ കത്തോലിക്ക സമുദായത്തിന്റെ ആ ധീരതയുടെ തികവിന്ന് സ്വന്തം പെരക്കകത്ത് പോലും കാണിക്കാൻ പറ്റാത്ത ചെറുതായി പോകുന്ന ഒരു കൂട്ടരായി നമ്മൾ മാറിയില്ലേ? നമ്മുടെയൊക്കെ ഈ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെയൊക്കെ ധീരതയുടെ കണക്കെടുത്ത് നോക്ക്. മുൻപോട്ടുള്ള വഴികളിൽ എന്താണെന്ന് പോലും തിരിച്ചറിയാതെ മൊത്തം ഒരു ശൂന്യതയാ. പക്ഷെ അവർ കൈ പിടിച്ചത് എന്താണെന്നറിയോ? കയ്യിലൊരു ജപമാല. ഇപ്രസാടി നെഞ്ചോട് ചേർത്തേണ്ടെന്നറിയോ? നമ്മുടെ വിശുദ്ധന്റെ ജീവിതം. വിശുദ്ധ സെബസ്ത്യാനോസെ കൂട്ടായിട്ടുണ്ടാകണട്ടോ. കർത്താവെ, നീ കൂടെയുണ്ട്, ഞാൻ ഇറങ്ങുക, ശൂന്യതയിലേക്കാ ഞാൻ ഇറങ്ങുന്നത്. ആ വിശ്വാസം ജീവിച്ച് കാണിച്ച നമ്മുടെ ഈ തലനിറച്ച അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മുടെയൊക്കെ കല്ലറകളില് സ്വർഗത്തിലേക്ക് കടന്നുപോയിട്ടും ആ മൃതദേഹം സൂക്ഷിക്കപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, അവരുടെ ധീരതയുടെ 10-1 ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടോ? ആരെങ്കിലും തള്ളിപ്പറയുമ്പോ ആ തള്ളിപ്പറയലിനോടൊന്ന് മറുപടി കൊടുക്കാൻ പോലും തയ്യാറാകാതെ അങ്ങനെയാണട്ടോ എന്ന് പറഞ്ഞ് ഇളിച്ചിരിക്കുന്ന, ചിരിച്ചിരിക്കുന്ന, സാമൂഹിക മാധ്യമങ്ങളിൽ സത്യമേത് തെറ്റേതെന്ന് പോലും ചിന്തിക്കാതെ ഫോർവേഡ് ചെയ്ത് നാട്ടുകാരുടെ കയ്യടി മേടിക്കാൻ നടക്കുന്ന നമ്മുടെയൊക്കെ ഈ ഒളിച്ചോട്ടം ആർക്ക് വേണ്ടിയിട്ടാ? അതിന്റെ ബാക്കി പത്രമല്ലേ നമ്മുടെ പെരയ്ക്കകത്ത് അഭിമാനബോധം നഷ്ടപ്പെട്ട നമ്മുടെ മക്കള് ദേവാലയത്തിലേക്ക് പോലും കടന്നു പോകാതെ, നമ്മുടെ മക്കൾ വൈകുന്നേരം കുരിശുവരയുടെ സമയത്ത് എന്തിനായി പ്രാർത്ഥിക്കണേ എന്ന് ചോദിച്ച് നമ്മളോട് അകലം പാലിക്കണതിന്റെ കാരണം എന്നാണെന്നറിയോ? അഭിമാനം നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറ എങ്ങനെയൊക്കെയോ നമ്മുടെ പരിസരങ്ങളിൽ പാകപ്പെട്ടു വന്നു എന്നുള്ളതാ. അതിനാൽ നമുക്ക് ഈ തിരുനാളിൽ നമുക്കും ഒന്ന് ചിന്തിക്കാം, കുറച്ചുകൂടി നമ്മുടെ ആ നല്ല മൂല്യങ്ങളിലേക്കുള്ള ഒരു തിരികെ പോക്ക്.
പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കൊച്ചു ചെറുകഥ വായിക്കാനിട വന്നു. അത് മറ്റൊന്നുമല്ല, ഒരു പയ്യൻ, അവൻ ഉഴപ്പനാണ്, ബേസിക്കലി അവൻ ഉഴപ്പനാണ്. ഈ ഉഴപ്പനായ പയ്യൻ വീട്ടിലിങ്ങനെ പണിയൊന്നുമില്ലാതെ നടക്കുക. അവൻ്റെ പപ്പയും മമ്മയും പറഞ്ഞു, നീ എവിടെയെങ്കിലും പോയിട്ട് നല്ലൊരു ജോലി മേടിച്ച് ജീവിക്കും, ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, 10-20 വയസ്സായി, എന്നിട്ട് ഇങ്ങനെ തേരാപാര നടക്കുക. അവനാകെ മടി. എന്നാലും വീട്ടുകാരുടെ ശല്യത്തെ പ്രതി അവൻ തൊട്ടടുത്തൊരു പ്രസ്സിൽ, പ്രിന്റിംഗ് ഒക്കെ നടക്കുന്ന പ്രസ്സിൽ ജോലിക്ക് ചെന്നു. അവൻ ആ ജോലിക്ക് ചെന്ന് ജോലിക്ക് കയറിയപ്പോൾ തന്നെ അവന്റെ കൂടെ പ്രവർത്തിക്കുന്നവരൊക്കെ അവനോട് പറഞ്ഞു, എടാ നന്നായിട്ട് ജോലി ചെയ്യണം, നീ വന്നതിനാൽ ഞങ്ങളുടെ പണിയുടെ ഭാരമൊക്കെ ഇച്ചിരി കുറയും, അപ്പൊ അതിനാൽ ഇപ്പൊ നമുക്ക് നല്ലൊരു ടീമാണ്. എന്തായാലും പണിയൊക്കെ തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ചെറുക്കനെന്ന് പറഞ്ഞാൽ തനി മടിയനാണ്, ഒരു പണിയും ചെയ്യത്തില്ല. ഇത്രയും കാലം നമ്മൾ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 6ാമൻ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ഉടമസ്ഥന്റെ അറിവിൽ നമ്മൾ 6 പേര് പണിയാനുണ്ട്. പക്ഷെയോ ഈ 6 പേരുടെ പണി 5 പേര് ചെയ്യേണ്ട ഗതികേടിലാണ് ഈ സ്ഥാപനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ പരസ്പരം ഇവനെ ഉപദേശിച്ചു, നീ കുറച്ചുകൂടി നന്നായിട്ട് ജോലി ചെയ്യണം. അവൻ പറഞ്ഞു എല്ലാം ചെയ്യാം, പക്ഷെ ഒരു പണിയും ചെയ്യത്തില്ല. അവസാനം ആ കൂടെ ഉണ്ടായിരുന്ന 5 പേര് അവിടെ ഉണ്ടായിരുന്ന ഉടമസ്ഥനോട് പരാതിപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ ഉടമസ്ഥൻ വന്ന് ഇവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, മര്യാദയ്ക്ക് ഇവരുടെ കൂടെ നന്നായി ജോലി ചെയ്തില്ലെങ്കിൽ നിന്നെ പിരിച്ചുവിടും, ലാസ്റ്റ് വാണിങ്ങാം. എന്തായാലും ഇവൻ നന്നായി എന്ന് കരുതി ആദ്യത്തെ ദിവസം അവിടെ പോയി എന്തൊക്കെയോ ചെയ്തു. പക്ഷേ 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ചെറുക്കൻ പഴയ പണിയിലേക്ക് തന്നെ. ആ സമയത്ത് വീണ്ടും കൂട്ടുകാർ പറഞ്ഞു, ഇവന് പകരം വേറൊരാളെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് തരണം. എന്തായാലും ഈ ഉടമസ്ഥൻ വന്നിട്ട് ഇവനോട് ചോദിച്ചു, എടാ മോനെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം വാണിങ്ങി തന്നതാ, അതിലൊരു കാര്യം ചെയ്തോ, ഇനി നിനക്ക് ഇവിടെ പണിയില്ല, നിനക്ക് എന്നാ നിന്റെ മനസ്സിലെ പ്ലാൻ? എന്നാൽ ഇവൻ സത്യസന്ധനായ മനുഷ്യനായതിനാൽ ഇവൻ പറഞ്ഞു, വെറുതെ ഇരിക്കുമ്പോൾ ഇച്ചിരി പൈസ കിട്ടിയാൽ കൊള്ളായിരുന്നു. നേരെ ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇവിടെ പണിയില്ല, നീ പുറത്തേക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവന്റെ കൂടെ നിന്ന് ഇവന്റെ സംസാരം കേട്ടവർ മുഴുവൻ ഇവനെ കളിയാക്കാൻ തുടങ്ങി. മുഴുവൻ കളിയാക്കിയ സമയത്ത് ഇവൻ അവന്റെ ഫോൺ എടുത്തു, ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി. ഫേസ്ബുക്കിലേക്ക് അവൻ ഇങ്ങനെ എഴുതിയിട്ടു, വെറുതെ ഇരുന്നാൽ നിങ്ങൾ ആരെങ്കിലും പണം തരുമെങ്കിൽ ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും അവന് കൊടുക്കുന്ന മറുപടി? താഴെയുള്ള കമന്റുകളിൽ മുഴുവൻ ഇവനെ ആക്ഷേപിച്ചുകൊണ്ട് ഡയലോഗുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചെറുക്കം പിറ്റേ ദിവസം ഇത് തന്നെ എഴുതിയിടുക, ഞാൻ വെറുതെ ഇരിക്കാൻ തയ്യാറാ, നിങ്ങൾ എനിക്ക് പണം തരാൻ പറ്റുമോ? 2ാമത്തെ ദിവസം ഇവന്റെ താഴെ ചീത്ത വിളികൾ തന്നെ. 3ാമത്തെ ദിവസം ഇവൻ വീണ്ടും എഴുതിയിട്ടു. അപ്പൊ അവൻ ശ്രദ്ധിച്ചു, ഒരു ഫോൺ നമ്പർ അതിൻ്റെ അകത്ത് കിടക്കുക. ആ ഫോൺ നമ്പറിന്റെ ഇപ്പുറം എഴുതിയിട്ടുണ്ട്, കോൾ മീ. എന്തായാലും ഇവനപ്പം തന്നെ അവന് സന്തോഷമായി. അത് ചീത്തയാണോന്ന് അറിയില്ല, എന്നാലും ഇവൻ ഫോൺ നമ്പർ നേരെ വിളിച്ചു. അവരപ്പച്ചൻ അപ്പുറത്തെന്ന് പറഞ്ഞു, നീയാണോ അങ്ങനെ എഴുതിയിട്ടെ? അതെ, ഞാൻ എഴുതിയിട്ടെ. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഒരു 8:30 ആകുമ്പോൾ നീ എന്റെ വീട്ടിലേക്ക് പോരെ. അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു. രാവിലെ 8:30 ആയപ്പോഴേക്ക് ഈ ചെറുക്കൻ ആ വീട്ടിൽ ചെന്ന് വാതിലിൽ മുട്ടി. ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നിട്ട് ചോദിച്ചു, എന്തുവാന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ മറുപടി പറഞ്ഞു, ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു അപ്പച്ചന്റെ കമന്റ്, ഇന്നലെ അപ്പച്ചനോട് ഫേസ്ബുക്ക് നോക്കി ഇരിപ്പുണ്ടായിരുന്നു, കണ്ണു തുറക്കുമ്പോ ഇപ്പൊ ആ മനുഷ്യന് അതാ പണി. അതാ പണി. പണ്ട് ഈ ഫോണിനെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന അപ്പാപ്പന ഇപ്പൊ തോണ്ടിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇത്രയും പറഞ്ഞതിന് ശേഷം അകത്ത് കടപ്പുണ്ട്, പോയി നോക്കാൻ പറഞ്ഞു. എന്തായാലും ഈ മനുഷ്യൻ, ഈ ചെറുപ്പക്കാരൻ പയ്യൻ അകത്ത് ചെന്നു. അപ്പൊ ഈ അപ്പച്ചനോട് ഇരിപ്പുണ്ട്. അത്ര സുഖമല്ല, അപ്പച്ചൻ ഒരു ഭാഗികമായിട്ട് തളർന്നു കിടക്കുന്ന മനുഷ്യനാ. എന്തായാലും ഈ അപ്പച്ചൻ ചോദിച്ചു, എന്തുവാ? അപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞ വെറുതെ ഇരിക്കാവുന്ന ടീം ഞാനാ. അതൊരു കാര്യം ചെയ്യുന്നു, ആ ഫ്രണ്ടിൽ ഇരുന്നോളാൻ പറഞ്ഞു. അതിന് ഈ അപ്പച്ചൻ ഇങ്ങനെ ഇടയ്ക്ക് ഫോണിൽ നോക്കും, പിന്നെ അവനെ നോക്കും. അറിയാതെ ഈ അപ്പച്ചനങ്ങ് മയങ്ങിപ്പോയി. അപ്പൊ ഇവനൊന്ന് എത്തി നോക്കി. എന്നാലും ഇങ്ങനെ നോക്കിയിരിക്കും. പെട്ടെന്ന് അപ്പച്ചൻ കണ്ണു തുറന്നു. അപ്പൊ പറഞ്ഞു, നീ വേറൊന്നും ചെയ്യണ്ട, നീ വെറുതെ അവിടെ ഇരുന്നാ മതി. ഞാനൊന്ന് കണ്ണു തുറക്കുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കാൻ പറ്റും നിനക്ക്? ഈ ഗൗരവം ഇട്ടിട്ടും ചിരിച്ചു കാണിക്കാൻ പറ്റുമോ? അതിനെന്നാ അപ്പച്ചൻ, ഞാൻ ചിരിച്ചു കാണിച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഈ അപ്പച്ചൻ ഉറങ്ങുന്നു, ഇടയ്ക്ക് കണ്ണു തുറക്കുന്നു, ഇവനും ചിരിച്ചു കാണിക്കുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം വന്നപ്പോൾ ഇവനും കൂടെ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അവന് ഭക്ഷണം കൊടുത്തു. പിന്നെ ഉറങ്ങിപ്പോയി. ഒരു 4:45 ചേട്ടൻ ഈ പയ്യൻ തട്ടിയിട്ട് പറഞ്ഞു, സാറേ ഡ്യൂട്ടി ടൈം കഴിയാറായി, 5 മണി ആവുക. അപ്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടീ ആ ബാഗ് എടുക്ക്. ബാഗ് എടുത്തു. അതിൽ നിന്നൊരു പണം എടുത്ത് അവന് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. അതിനുശേഷം അവൻ ആ വാതിലിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ അപ്പച്ചൻ ചോദിച്ചു, നാളെ നീ വരുവോ? അവൻ പറഞ്ഞു, ഞാൻ വന്നേക്ക, എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. പിറ്റേ ദിവസം അവൻ അവിടെ വന്നു, അവൻ അവിടെ ഇരുന്നു. അന്ന് വൈകുന്നേരം ഇവന് പണം കിട്ടി. പിറ്റേ ദിവസം വന്നു. പിന്നെ അവൻ വെറുതെ അവിടെ ഇരുന്നപ്പോ ഈ അപ്പച്ചൻ ഉറങ്ങുന്ന സമയത്ത് ഇവൻ ഫോണെന്ന് എടുത്ത് നോക്കിയപ്പോ വേറെ കുറെ കോളുകൾ കിടക്കുകയാ. അവനപ്പം തന്നെ അവിടെ നിന്ന് പയ്യെ വിളിച്ചു നോക്കിയപ്പോ ഒരു പെൺകുട്ടിയെ ഫോൺ അറ്റൻഡ് ചെയ്ത്. അവള് പറഞ്ഞു, ഒന്ന് വരാൻ പറ്റുമോ? എന്തിനാ? ഞാൻ ഇന്ന സ്ഥലത്ത് ഒരു ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്, ആ ഷോപ്പിങ്ങിന് പോണ കടയിലേക്ക് നീ ഒന്ന് വന്നാ മതി. എപ്പോഴാ വരണ്ടേ? രാവിലെ. രാവിലെ ഒന്നും പറ്റത്തില്ല, ഇപ്പൊ അപ്പച്ചനുമായിട്ടൊരു കോൺട്രാക്ട് ഉണ്ട്, ഒരു 3 മണി കഴിയുമ്പോൾ വന്നേക്കാം. അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചൻ 3 മണിയാകുമ്പോൾ എനിക്കൊരു അത്യാവശ്യ സ്ഥലത്ത് പോകാനുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും പോകാൻ തീരുമാനിച്ചു. ഞാൻ ഈ കോട്ടയം ടൗണിനെ ഒരു കടയായിട്ട് അങ്ങ് ഭൂമിക്കാൻ പോകട്ടെ. ഒറിജിനൽ കഥയിൽ അതൊന്നുമല്ല, എന്നാലും എടുത്തു. എന്താണെന്നറിയോ, നമ്മുടെ ഈ കോട്ടയത്തുള്ള പുളിമൂട്ടിൽ എന്ന് പറയുന്ന തുണിക്കടയിലേക്ക് വരാനാ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇവൻ 3:45 തുണിക്കട ചെന്നിട്ട് ഫോൺ വിളിച്ചപ്പം ആ ലേഡി പറഞ്ഞു, ഞാൻ ഇതിന്റെ അകത്തുണ്ടെന്ന് കയറി വരാമോ? കയറി ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ സാരി ഇടയ്ക്ക് ട്രയൽ ഉടുത്തിട്ട് ഇറങ്ങി വരുമ്പോ നല്ലതാണെങ്കിൽ ഇങ്ങനെ കാണിക്കണം, കൊള്ളില്ലെങ്കിൽ ഇങ്ങനെ കാണിക്കണം, അത്രയും നീ ചെയ്താൽ മതി. എന്തായാലും എന്ത് ചെയ്തു, ഈ പറയുന്നവൻ ആ കസേരയിലിരുന്നു.
ഈ ചേച്ചി പോയി ഇടയ്ക്ക് ഒരു സാരി ഉടുത്തിട്ട് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു. അവൻ പറഞ്ഞു കൊള്ളില്ല. അടുത്ത സാരി 5 മിനിറ്റ് കഴിഞ്ഞ് ഉടുത്ത് വന്നിട്ട് പറഞ്ഞു സൂപ്പറാ. അങ്ങനെ ഏതാണ്ട് സമയം, പെൺപിള്ളേരെ ഷോപ്പിംഗിലെ സമയം കുറച്ചെടുത്തു. എന്തായാലും 6 മണിയായപ്പോഴേക്കും ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോ അവൾ കയ്യിൽ ബാഗിൽ നിന്നൊരു പണം എടുത്തിട്ട് അവന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു നന്ദിയുണ്ട് കേട്ടോ. പിന്നെ അവൻ ഫോൺ നോക്കുമ്പോ എന്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ കോള് താഴത്തേക്ക് കിടക്കുക. ഒരു ചേട്ടൻ വിളിച്ചേക്കുക. ആ ചേട്ടൻ പറയും വേറെ ഒന്നും ചെയ്യണ്ട, 8:30 ആകുമ്പോ എന്റെ വീടിന്റെ വാതക്കലെന്ന് വരണം. അകത്തുനിന്ന് ഒത്തിരി സ്വരമൊക്കെ കേൾക്കും, നീ അത് മൈൻഡ് ചെയ്യൊന്നും വേണ്ട, നീ ആകെ എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ മതി. എന്താ പറയണ്ടെന്നറിയോ? ചേട്ടാ സേഫ് ആയിട്ട് പോയിട്ട് വരണട്ടോ, ജോലിയൊക്കെ നന്നായിട്ട് ചെയ്യണട്ടോ, ഇതിനപ്പുറത്ത് നീ ഒന്നും പറയണ്ട. എന്തായാലും പ്രിയപ്പെട്ടവരെ ഇവൻ അവിടെ വന്നു നിന്നു. ഈ ചേട്ടൻ അപ്പൊ തന്നെ മനസ്സിലായി അകത്തുനിന്ന് ഏതോ ഒരു വെണ്ണുമ്പുള്ള, എന്റെ മനുഷ്യ നിങ്ങളെ കൊണ്ടൊന്നും ഈ വീടിന് ഗുണമില്ല എന്ന് പറഞ്ഞ് നല്ല തള്ളിക്കൊണ്ടിരിക്കണേ. അവൻ പയ്യെ കുറച്ചേരം ചെവി അടച്ചു, കാരണം ഈ സെന്റൻസ് മാറിപ്പോകരുതല്ലോ. എന്തായാലും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേട്ടൻ ഒരു ബായികുമായിട്ട് പുറത്തേക്ക് വന്നു. ഗേറ്റിംഗിൽ വന്നപ്പം ഇവൻ പെട്ടെന്ന് പറഞ്ഞു ചേട്ടാ ഇന്നലെ ഞാൻ വിളിച്ചയാളാ, എന്നാ നീ പറയടാന്ന് പറഞ്ഞു ചേട്ടാ പോയിട്ട് നന്നായിട്ട് വേഗം വരണം കേട്ടോ, സേഫായിട്ട് യാത്രയൊക്കെ ചെയ്യണട്ടോ. ഈ മനുഷ്യൻ മുമ്പോട്ട് ചിരിച്ചുകൊണ്ട് പോയിട്ട് തിരിഞ്ഞെന്നിട്ട് പറഞ്ഞു ഒരു 5 മണിയാകുമ്പോൾ നിനക്ക് ഇവിടെ ഒന്ന് വന്ന് നിൽക്കാൻ പറ്റുമോ? ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കാൻ പറ്റുമോ? അവൻ പറഞ്ഞു ചേട്ടാ ഇപ്പൊ ടൈറ്റ് ആണെന്നാലും ഞാൻ നോക്കാം. ഇവന് 5 മണിയായപ്പോ അവിടെ നിന്നു. ഈ മനുഷ്യൻ വണ്ടി ഇറങ്ങി വരുന്ന വഴിക്ക് പറഞ്ഞു ജോലിക്ക് എങ്ങനെയുണ്ടായിരുന്നു, ഇത് സുഖമായിരുന്നോ? അപ്പൊ തന്നെ പോക്കറ്റിൽ നിന്ന് ഇച്ചിരി പൈസ എടുത്ത് അവനും കൊടുത്തു. പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസം ഒരു മനുഷ്യൻ വിളിക്കുക നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക്. വേറൊന്നും പറയണ്ട, ഞാൻ ആ വണ്ടിയിലേക്ക് കയറുമ്പോൾ എനിക്കൊരു ടാറ്റ തന്നിട്ട് വേഗം പോയിട്ട് വരണട്ടോ എന്നൊന്ന് പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ടവരെ പിന്നെ ഈ ചെറുക്കന്റെ ഡിമാൻഡ് അങ്ങ് കൂടി. അവസാനം അവൻ എഴുതി വെച്ചിരിക്കുകയാ വെറുതെ ഇരിക്കാൻ ആഗ്രഹിച്ച് ഇന്നെനിക്ക് വെറുതെ ഇരിക്കാൻ സമയമേ ഇല്ല, ഞാൻ റിച്ചായി. പ്രിയപ്പെട്ടവരെ പറഞ്ഞു പോയ കഥകളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാൻ ഇനി വേറെ ഉദാഹരണങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. പല വീടുകളിലും പല അപ്പന്മാരും അമ്മമാരും ആഗ്രഹിക്കുന്നുണ്ട് എന്റെ മകനെന്ന് അടുത്ത് വന്നിരുന്നെങ്കിലെന്ന്, എന്റെ മകൾ എന്റെ അടുത്ത് വന്നിരുന്നെങ്കിലെന്ന്. പല മാതാപിതാക്കളെ നോക്കിയിട്ടും മക്കൾ പറയുന്നുണ്ട് കുറച്ചുകൂടി സ്നേഹത്തോടെ ഈ അപ്പനീ ജാട വിട്ടിട്ട്, അപ്പനീ തന്റെ ഇടം വിട്ടിട്ട് ഒന്നും മനുഷ്യനോട് പെരുമാറുന്നത് പോലെ, ഈ നാട്ടുകാരോട് പെരുമാറുന്നത് പോലെ എന്നോടൊന്ന് പെരുമാറിയിരുന്നെങ്കിലെന്ന് ചിലരും ചിന്തിക്കുന്നുണ്ട്. ആ ജോലി സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് പോയിട്ട് വാട്ടോ, ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുവാട്ടോ എന്നൊന്ന് പറയുന്ന ഒരു വാക്കിന് വേണ്ടിയിട്ട് പല അമ്മമാരും പല പെങ്ങന്മാരും കാത്തിരിപ്പുണ്ട്. എവിടെയാണെന്നറിയോ? ഞാൻ ആ കടന്നു പോകുന്ന ഷോപ്പിങ്ങിൽ ഒരു കുറ്റം പറയാതെ എന്റെ കൂടെ നിന്ന് നന്നായിരുന്നു എന്നൊന്ന് പറയാൻ, എന്റെ കൂടെ നിന്ന് തന്നെ ഒന്ന് തിരുത്തി തരാനായിട്ട് ഒരാൾ ഉണ്ടാകണമേ എന്ന്. പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആർക്കൊക്കെയോ വേണ്ടി ഓടാൻ തുടങ്ങിയപ്പോ സ്വന്തം പെരക്കകത്തിരിക്കുന്ന പലരെയും നമ്മൾ മറന്നുപോയി. നാട്ടുകാർക്ക് ഞാൻ രക്ഷകന, പക്ഷെ സ്വന്തം കുടുംബത്തിൽ ഞാനൊരു കെടുതിയാണെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ? അതിനാൽ ഈ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാ, എടുക്കേണ്ട സ്റ്റെപ്പുകളിൽ ഒരു മാറ്റമുണ്ട്. കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് നിന്നിട്ട് ആ സ്നേഹത്തോടെ ഒന്ന് പെരുമാറാൻ പറ്റിയിരുന്നെങ്കിൽ, ചില അപ്പച്ചന്മാർ ഓർക്കുന്നുണ്ട് ഈ ഭാര്യയുടെ നാവിൽ നിന്ന് ഒരു നന്മയൊന്ന് കേട്ടിരുന്നെങ്കിലെന്ന്, കുറച്ചുകൂടി ഒന്ന് നന്മ പറയാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പ്രിയപ്പെട്ടവരെ, അതിനാൽ ദൈവം ആഗ്രഹിക്കുകയാ ഒരു വഴി മാറിയിട്ടുള്ള ഒരു ചിന്ത. അതിനപ്പുറത്തേക്കൊന്നും ഈ തിരുനാൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ടോ? കുറച്ചുകൂടി കൂടെ നിൽക്കുന്നവന്റെ ഹൃദയം ഒന്ന് മനസ്സിലാക്കാൻ, അവന്റെ മുഖമൊന്ന് മനസ്സിലാക്കാൻ, അവന്റെ മുഖത്തെ വേദനയൊന്ന് മനസ്സിലാക്കാൻ, അവന്റെ ഒറ്റപ്പെടലൊരു താങ്ങായി മാറാനായിട്ട് പറ്റുമോ? അതിനാൽ തന്നെ ഈ വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മളോട് പറയുകയാ, നമ്മള് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഭയപ്പെടേണ്ട, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ ദൈവത്തിന്റെ പദ്ധതി എന്ന് പൂർത്തിയാകേണ്ടത് കൂടെ നിൽക്കുന്ന ജീവിതത്തിലൂടെയാ, ജീവിത പങ്കാളികളിലൂടെയാ, കുടുംബാംഗങ്ങളിലൂടെയാ, സഹോദരങ്ങളിലൂടെയാ, നാട്ടുകാരിലൂടെയാ. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അവിടെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ധീരത നമ്മുടെയൊക്കെ കുടുംബാന്തരീക്ഷത്തിലേക്ക് കടന്നു വരിക. അച്ഛന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. ഈ തിരുനാളിൽ അവസാനമായിട്ട് പറയാനുള്ളൂ, നിങ്ങളാരും ഒറ്റയ്ക്കല്ല, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കടന്നു പോകുന്ന വഴികളിൽ ആ കർത്താവിന്റെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ധീരത നമ്മൾ ഏറ്റെടുക്കണമെന്ന്, നമ്മുടെ ആത്മാവിനെ തിന്മകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കാൻ. രണ്ടാമത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ദൈവം നമുക്ക് നൽകിയ ദാനമായ മക്കളെ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിന് ദൈവം കൊടുത്ത ആ സമ്മാനമായ കുടുംബാന്തരീക്ഷത്തിലേക്ക് കടന്നു കയറുന്ന തിന്മകളെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റണം. കടന്നു പോകുന്ന വഴികളിൽ ആരൊക്കെയാണോ വേദന അനുഭവിക്കുക അവരുടെയൊക്കെ ഇടയിലേക്ക് കടന്നു ചെന്ന് എന്റെ ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ ഈ കത്തോലിക്ക ദേവാലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ? 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ഇനി ആരെങ്കിലും ആ വഴിയിലുണ്ടെങ്കിൽ അവർക്ക് വിഷമമാകും, എന്നാലും ഞാൻ പറയാം, തിരിഞ്ഞിരിക്കുന്ന മനുഷ്യര്, രണ്ടാമത് തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യര്. ഈ ദേവാലയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ഇത്രയും ആളുകൾ കടന്നു പോയാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര മനുഷ്യരെ കണ്ടപ്പോൾ നമ്മളൊന്ന് ചിരിച്ചു എന്ന്, എത്ര മനുഷ്യരെ കണ്ടപ്പം കൂടെ നിന്ന് ഇടവകക്കാരനാണ്, കൂടിയിരുന്ന അയൽവക്കംകാരനാണ്, ഈ പള്ളി തൊട്ടടുത്തിരുന്ന് സമാധാനം മേടിച്ച ആളാണ്, ഒന്ന് ചിരിക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങനെയാ.
നമ്മൾ അങ്ങനെയാകുന്ന നമ്മളിൽ നിന്ന് ദൈവത്തിന്റെ സ്നേഹത്തിലേക്കുള്ള ഒരു പരിവർത്തനം, ചെറിയൊരു മാറ്റം തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ കൂടുതൽ ജീവിക്കാൻ പ്രേരിപ്പിക്കും. അതിനാൽ ഒന്നും വഴി അടഞ്ഞിട്ടില്ല, വഴികൾ തുറന്നു തന്നെയായിരിക്കുക. അതിനാൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അല്ലെങ്കിൽ അവൻ നമ്മുടെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് നമ്മുടെ നാട്ടിൽ ആരും ഇടാതിരിക്കട്ടെ. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നാളെ ഇവിടെയുള്ള ഏറ്റവും വലിയ ബുദ്ധിമാൻ എഴുതി വെക്കും, വെറുതെ ഇരിക്കാൻ എനിക്കിഷ്ടമാണ്, കൈൻഡ്ലി കോൾ മീ. എഴുതി വെച്ച പണി പാളി. ഒത്തിരി പേര് എഴുതാതിരിക്കാൻ ഇപ്പൊ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും, ഒത്തിരി പേര് പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, അതിനാൽ ദൈവം ഇത് പ്ലാനൊന്നും വിടണ്ട, തൊട്ടടുത്ത ആളുണ്ടെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി. ഒത്തിരി പേര് നമ്മളറിയാതെ പ്ലാൻ ഇട്ടതിന്റെ പേരില്ല അപ്പനെയോ അമ്മയോ ഉപേക്ഷിച്ച് തെരുവിൽ മറ്റുള്ളവരുടെ കൂടെ കൂട്ടുകൂടാൻ പോയത്, മറ്റുള്ളവരുടെ കൂടെ വർത്തമാനം പറയാൻ പോയത്, മറ്റുള്ളവരുടെ കൂടെ ചില സമയങ്ങളെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ കടന്നുപോയത്. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിയട്ടെ. ഈ തിരുനാൾ ഈ ഇടവകയ്ക്ക് വലിയ അനുഗ്രഹമായി മാറട്ടെ. സഭയുടെ സാമുദായിക ശക്തീകരണ വർഷത്തിൽ ഒരു വലിയ ഉണർത്തുപാട്ടായിട്ട് നമ്മുടെ ഈ ഒരു വർഷം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കടന്നു വരാനായിട്ട് എന്നെ ക്ഷണിച്ച എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനായ മാത്യു അച്ഛൻ ഒത്തിരി ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അവസാനം ഒറ്റ വാക്ക്, ദീപിക എന്നൊരു പത്രം സമുദായത്തിന്റെ ശക്തീകരണത്തിന്റെ വഴിയാ. ഒത്തിരി പേര് എടുത്തിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, മുൻപോട്ടുള്ള വഴികളിൽ അതിനെയൊന്ന് നെഞ്ചോട് ചേർക്കാൻ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥന വെക്കുകയാ. കടന്നുപോകുന്ന ആക്രമണ വഴികളിൽ ഉയർന്നു നിന്ന് ഏതെങ്കിലും സത്യം വിളിച്ചു പറയണമെങ്കിൽ നമുക്കതല്ലാതെ മറ്റൊന്നില്ല.